നമസ്കാരം. നെല്ലേട്ടർക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു കൂട്ടാൻ കേട്ടോ. രാവിലത്തെ കൂട്ടാൻ ബാക്കി ഒട്ടുമില്ല. അപ്പോൾ ഇത് മഴക്കാലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. പുളി ഒഴിക്കാൻ്റെയാണ്. ചേമ്പും തണ്ടുകൊണ്ട് ഒരു പരിപ്പിട്ട കറി. ഓക്കെ, നല്ല എളുപ്പാട്ടോ, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണേ. മഴക്കാലത്തെ വെക്കാൻ പാടുള്ളൂ പറയുന്നത് വേറെ ഒന്നല്ല. മഴ ഇല്ലാത്ത സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ചൊറിയും. എനിക്കിതിന് മുമ്പ് ആരുടെന്നൊക്കെ കുറേ ചീത്തയായിട്ടുണ്ട്. താളിൻ്റെ ഇല കൊണ്ട് ഉപ്പേരി വെച്ചിട്ട് ചൊറിഞ്ഞു എന്നൊക്കെ. അലർജി ഉള്ളവർക്കും ചൊറിയും കേട്ടോ. പൊതുവേ ചിലർക്ക് ഉണ്ടാവില്ല അലർജി സമ്പ്രദായം, അങ്ങനെയുള്ളവർക്ക് ചൊറിയും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും വെക്കണ്ട, അല്ലാത്തവർ വെച്ചോളൂ. പോരോ പാ എടുക്കട്ടോ, എടുത്തോ, വീഡിയോ എടുത്തോ. പോവാ, ഒരു പുര കൂട്ടിക്കയറാം. അതാരുടെ ഷോളാ? എവിടെ കിട്ടിയ? ഇത് നല്ല കറുള്ള സാധനം കേട്ടോ. എന്താ പറയാ, ഇതിൻ്റെ നല്ല കുപ്പായ ഇതായി കഴിഞ്ഞ പണി. നിങ്ങളെ ഓർഡറേ മഴക്കാലത്ത് ഇങ്ങനെ ഉള്ള വിഭവങ്ങൾ നല്ല സുഖം കേട്ടോ. ചേമ്പും തണ്ടും താളും തണ്ടും പിന്നെ അതുപോലെ ചേനത്തണ്ട് ഒക്കെ മഴക്കാലത്താണ് വയ്ക്കാൻ നല്ലത്. മഴ പെയ്യണ സമയത്ത് അതിന് പൊതുവെ ചൊറിച്ചിലൊക്കെ കുറവാണ്. അപ്പോൾ ഇതാ കുറച്ച് പരിപ്പേ വേണ്ടു കേട്ടോ. ഒരു ഇത്തിരി പരിപ്പ്, ഒരു നാഴി പരിപ്പില്ല അതിൽ, അത്ര വേണ്ടി. ഞാൻ നല്ലോണം കഴുകിയതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ഒന്ന് തിളപ്പിച്ച് കളയട്ടെ വെള്ളം. അപ്പോൾ ഈ പരിപ്പ് ഒന്നും ഇങ്ങോട്ട് തിളച്ചാൽ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പരിപ്പ് മാത്രം ആദ്യം ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ചിലർ പറയും ഇത് ചീന്തി കളയേണ്ടതാണ്. അലർജി ഉള്ളവർക്ക് എന്തായാലും ഇത് ചീന്തി കളയേണ്ടതാണ് നല്ലത്. പിന്നെ ചെമ്പിൻ്റെയും താളിൻ്റെയും കാര്യത്തിൽ ഒരൊറ്റ കാര്യം പറയാറുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ വയ്ക്കുമ്പോൾ ഇത് ഈ ഒരു സാധനം തന്നെ അല്ലേ എന്ന് ഉറപ്പാക്കിയിട്ട് അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് മുറിച്ച് വയ്ക്കുക. റോഡ് സൈഡിൽ കാണുന്നതൊക്കെ മുറിച്ച് കൊണ്ടുപോയി വെച്ചിട്ട് ചൊറിയന്താളൊക്കെ ആണെങ്കിൽ പിന്നെ ചീത്ത പറയരുത് കേട്ടോ. സാധാരണ കഷ്ണം നുറുക്കണ പോലെ ചെറുതാക്കി നുറുക്കത്. വെന്തുടയും, ഈ കാലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് വെന്തുടയും കേട്ടോ. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചത് കളഞ്ഞു. ഇനി തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പരിപ്പ് വേവിക്കൽ കേട്ടോ. അതിനൊരു പ്രത്യേക സ്വാദാണ് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് മുളകൂഷ്യം പോലുള്ള കൂട്ടാൻ. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും. ഇന്നിപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കണം. നേരം വൈകി, രാത്രിയിലേക്കുള്ള കൂട്ടാനാണേ. കണ്ടോ ഇത്ര പെട്ടെന്ന് അടുപ്പത്തായ കുക്കർ അടിക്കാമെന്നോ. ഗ്യാസിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, ഉപ്പൊന്നും അടിച്ചുണ്ടാവില്ല. അപ്പോഴേ ഞാൻ കുക്കർ വേഗം പരിപ്പ് അടുപ്പത്ത് കുക്കറിലാണ് വെച്ചത്. അപ്പോൾ അത് തുറക്കാറാകുമ്പോഴേക്കും നമ്മൾ കൈച്ചട്ടിയിൽ ഇതങ്ങോട്ട് വേവട്ടെ. എത്രയേ ഉള്ളൂ പണി. അതൊക്കെ കൂടി കൂട്ടി അത് യോജിപ്പിച്ച് ഒരു ചെറിയൊരു കുത്തി ചതച്ചിടാനും ഉണ്ട് സാധനം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാം. തൊടിയിൽ നിന്ന് പൊട്ടിക്കുന്ന സാധനമല്ലേ, അപ്പോൾ വിഷമുള്ളതായാലും ഇല്ലാത്തായാലും നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതാണ്. അപ്പോൾ ഇതാ കുറച്ച് ചീനിമുളക്, അത് കുട്ടികൾക്കൊന്നും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചീനിമുളക് ഒഴിവാക്കാം. അത് നല്ലോണം ചതക്കുക. കണ്ണ് ചീതകളും അന്ന് ഒരു കറി വെച്ചപ്പോൾ ചീനിമുളക് കുറച്ചത് ഓർമ്മയിലുണ്ട്. അത് കാരണം നല്ലൊരുണ്ട്. വായരിക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. ലേശം കരിവേപ്പിൻ്റെ അതിൽ ചതയ്ക്കും കൂടെ ചെയ്യാം. കൂടി ഞാൻ ഇടാൻ പോകാം. അതിപ്പോൾ എന്തിനാ ഞാൻ അയക്കണം. നമ്മുടെ
കൂട്ടാൻ അവിടെ വെന്തണം. അത് വളരെ എളുപ്പമുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. എനിക്ക് പരിപ്പ് വേവിച്ചത് ഒഴിക്കുകയാണ്. അങ്ങനെ ഒരു വെള്ളക്കൂട്ടാൻ. ഉപ്പ് ഇതപ്പിടാൻ പോണേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചീനിമുളകും കരുവേപ്പിൻ്റെയും ഒക്കെ ഇടുകയാണ് കേട്ടോ. ഇത് നല്ലോണം തിളച്ചാൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് വാങ്ങി വയ്ക്കുക. പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ കൂട്ടാൻ നല്ലോണം തിളച്ചു, വാങ്ങി വയ്ക്കുകയാണ്. മറ്റു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. എൻ്റെ ഡിന്നർ ഇതാണ് കേട്ടോ. ഡിന്നർ കാര്യമായിട്ട് കഴിക്കുന്നത് നേരത്തെ കഴിക്കുന്നത്. എൻ്റെ എക്സസൈസും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനം കുറച്ച് സാലഡാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടാൻ റെഡിയായി. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് വയ്ക്കാൻ. എല്ലാവരും ഇതേമാതിരി വെച്ച് നോക്കിക്കോളൂ. മഴക്കാല വിഭവങ്ങൾ നല്ലോണം ആലോചിച്ച് ഇലകൾ പൊട്ടിക്കുമ്പോഴായാലും ഇങ്ങനത്തെ തണ്ടുകൾ പൊട്ടിക്കുമ്പോഴായാലും ഒക്കെ അറിയുന്നവരോട് ചോദിച്ചിട്ട്, അറിയില്ലെങ്കിൽ ഇത് താളല്ലേ ചേമ്പല്ലേ എന്നൊക്കെ ചേനയല്ലേ എന്നൊക്കെ. ചേനയൊക്കെ 2 തരമുണ്ട്. ചൊറിയുന്ന കാട്ടുചേനയും നാടൻ ചേനയുണ്ട്, അല്ല നമ്മുടെ വെക്കുന്ന ചേനയുണ്ട്. ചേമ്പിലും ഒക്കെ ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വയ്ക്കാൻ. എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ശരി, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.